കോമ നോവൽ. രചന അൻവർ അബ്ദുള്ള. ശബ്ദം നൽകുന്നത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC ബുക്സ് 2021. എ DC ബുക്സ് പ്രൊഡക്ഷൻ. ഭാഗം 1. കോടതി വളപ്പിലെ പടുകൂറ്റൻ ആഞ്ഞിലി മരത്തിന്റെ കവരങ്ങൾക്കും ഇലക്കൂട്ടങ്ങൾക്കുമിടയിലൂടെ സൂര്യൻ ഇളം ശൗര്യത്തോടെ പാളി നോക്കി. വെയിൽ ഇലകളിൽ തട്ടി അല്പം കൂടി സൗമ്യതയിൽ കോടതി മുറിയിലേക്കും ചെരിഞ്ഞു വീണിരുന്നു. ജഡ്ജി ഉമാശങ്കർ തന്റെ പിന്നിൽ ഭിത്തിയിൽ ആടിവീണ സൂര്യശോഭയേകിയ പ്രാടിവാകപ്രഭയിൽ പരിലസിക്കുന്നത് കോടതിയിൽ ആകാംക്ഷയോടെ കാക്കുന്ന ആളുകളുടെ മുഖങ്ങളിൽ ഭാവങ്ങളായി പ്രതിഫലിച്ചു. 2 അഭിഭാഷകരും അവരുടെ പിണിയാളുകളും ആ നിർണായകമായ കേസിന്റെ അതിനിർണായകമായ വാദപ്രതിവാദ ദിനത്തിന്റെ ഗൗരവം മുഖത്തണിഞ്ഞ് അവിടെ സന്നിഹിതരായിരുന്നു. മാളവിക കേസ്. മാളവികയുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് വാദിച്ച വാദിഭാഗം വക്കീൽ പോൾ ഗ്രേഷ്യസ് കുമ്പശ്ശേരിയും അയാളുടെ പ്രധാന ജൂനിയർമാർ ശാന്തനുവും സഹീർ പന്തലാടവും. എതിർഭാഗം വക്കീൽ ആന്റണി വാറുണ്ണി കൊടിത്തറക്കാരനും അയാളുടെ പ്രധാന ജൂനിയർമാർ ഹരിപ്രസാദും സെബാസ്റ്റ്യൻ ജോസഫും. ജഡ്ജി ഉമാശങ്കർ സംസാരിക്കാൻ പോകുന്നതിന്റെ സൂചന മനസ്സിലാക്കി കോടതി മുറിയിലും വരാന്തയിലും വളപ്പിലും നിശബ്ദത ഒന്നുകൂടി നിശബ്ദമായി. ജഡ്ജി സംസാരിച്ചു. കുറ്റകൃത്യം നടന്നിരിക്കാനുള്ള സാധ്യത ഈ രേഖകളിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നീതി നടപ്പാകുന്നതിൽ സാങ്കേതികത തടസ്സമായി കൂടെന്നുള്ളതിന് ധാരാളം ഉദാഹരണങ്ങൾ കോടതി രേഖകളിൽ നിന്ന് കണ്ടെത്താനുമാകും. ഇതെല്ലാം പരിഗണിച്ച് മാളവിക കേസ് DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ CI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ സമഗ്രമായി അന്വേഷിക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. അഡ്വക്കേറ്റ് പോൾ ആശ്വാസത്തോടെ മന്ദഹസിക്കുകയും നിശ്വാസമുതിർക്കുകയും ചെയ്തു. ശാന്തനു പുഞ്ചിരിയോടെ അയാളെ ചെന്ന് തൊട്ടു. പിന്നാലെ സഹീറുമെത്തി. പ്രൊഫഷണലിസത്തിൽ കടുകിട വിട്ടുവീഴ്ചയില്ലാത്ത ആന്റണി വാറുണ്ണി മുന്നോട്ട് ചെന്ന് സൗമനസ്യത്തോടെ തന്നെ എതിർ വക്കീലിന് അഭിനന്ദനം പറഞ്ഞു. വക്കീലന്മാരും മറ്റുള്ളവരും കോടതിയിൽ നിന്ന് പുറത്തേക്ക് നീങ്ങി. ഡോക്ടർ പുന്നവേലിയും എതിരാളിയുടെ വിജയം അംഗീകരിക്കുന്നു എന്ന മട്ടിൽ എഴുന്നേറ്റു. പോളും ശാന്തനുവും സഹീറും ഗുമസ്തൻ ചന്ദിരേൻ കുമാരനും അവരുടെ ഓഫീസിലേക്ക് പോയി. ഏറ്റവും ജൂനിയറായ വീണ തോമസും ഗുമസ്തന്റെ സഹായി പീറ്ററും ഉത്തരവിന്റെ പകർപ്പ് സമ്പാദിക്കാനും കടലാസു പണികൾ തീർക്കാനും ചേംബറിനു മുന്നിലേക്കും പോയി. പോളും സംഘവും ഓഫീസിലെത്തി. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഒത്തുനോക്കിയിരിക്കുമ്പോഴേക്കും ഉത്തരവ് പകർപ്പും മറ്റുമായി അവരെത്തുകയും ചെയ്തു. അപ്പോഴേക്കും പോളിന് നല്ല തോതിൽ പരിക്ഷീണത തോന്നുന്നുണ്ടായിരുന്നു. അയാൾ ശാന്തനുവിനോട് പറഞ്ഞു, ഇനി വയ്യടോ, എല്ലാം നമുക്ക് പിന്നെ ചെയ്യാം. എനിക്ക് വീട്ടിലെത്തി ഒന്ന് കിടക്കണം. കുറച്ചു ദിവസമായുള്ള സ്ട്രെയിനല്ലേ, താൻ എന്നെ ഒന്ന് കൊണ്ടാക്ക്. അപ്പോൾ സമയം ഉച്ചയാകുന്നതേയുള്ളൂ. ശാന്തനു എഴുന്നേറ്റു. ഞാൻ പോയി വണ്ടിയുമായി വരാം, ശാന്തനു പറഞ്ഞു. അവൻ കടലാസു പണികൾ സഹീറിനെയും വീണയെയും മറ്റും ഏൽപ്പിച്ച് തിടുക്കത്തിൽ മുറി വിട്ടുപോയി. ഓഫീസിനു മുമ്പിൽ വലിയ വണ്ടിക്കുള്ള പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതിനാൽ അല്പം അകലെയുള്ള കോടതി വളപ്പിനപ്പുറം ഒഴിഞ്ഞ ഇടത്തെ തണൽമരക്കീഴെ ഒതുക്കി നിർത്തിയിരുന്ന തന്റെ ഫോർച്യൂണറിൽ കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എയർ കണ്ടീഷണർ പ്രവർത്തിപ്പിച്ചു. തണലത്താണ് കിടന്നിരുന്നതെങ്കിലും വണ്ടിയിൽ നേരിയൊരു താപം തഞ്ചി നിന്നിരുന്നു. അത് പോകാനും വായു അനുകൂലമാകാനും 1.5 മിനിറ്റ് AC ചെയ്യാൻ അനുവദിച്ചുകൊണ്ടവൻ കാത്തു. ആ സമയം അവൻ റിയർവ്യൂ മിററും സൈഡ് മിററുകളും പരിശോധിച്ചു തൃപ്തിപ്പെട്ടു. സൈഡ് വ്യൂ മിററിലെ ഇടത്തെ വശത്തേത് ബട്ടൺ ഉപയോഗിച്ച് ചായ്ച്ചും ചരിച്ചും വേണ്ട സ്ഥിതിയിൽ ഉറപ്പിച്ചു. പിന്നെ അകം വാതാനുകൂലത്തിലായെന്ന് കണ്ട് മെല്ലെ വണ്ടി മുന്നോട്ട് നീക്കി. പോളിന്റെ വക്കീലോഫീസിന് മുന്നിലെത്തിച്ച് മൃദുവായി ഹോൺ മുഴക്കി. അഡ്വക്കേറ്റ് പോൾ എഴുന്നേറ്റു. അയാൾ ഒന്നാഴത്തിൽ നിശ്വസിച്ചു. പിന്നെ മെല്ലെ നടക്കാൻ തുടങ്ങി. അയാൾക്ക് അല്പം ക്ഷീണക്കൂടുതലുണ്ടെന്ന് കണ്ട സഹീറും വീണയും ഒപ്പമെത്തി. അയാളെ കാറിലേക്ക് നയിച്ചു. അവർ വരുന്നത് കണ്ടയുടനെ ശാന്തനു കാർ ന്യൂട്രലിലിട്ട് ഇറങ്ങിച്ചെന്ന് അവരെ സഹായിക്കാൻ കരുതി.
Sample complete. Ready to continue?